കൊച്ചി കണ്ണമാലിയിൽ വ്യാപക കടൽക്കയറ്റം, വീടുകളിൽ വെള്ളം കയറുകയാണ്. പ്രദേശത്ത് നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയാണ്. വിശദാംശങ്ങളുമായി സഖിൻ ആന്റണി ഉണ്ട്. സഖിൻ, വ്യാപകമായ രീതിയിലാണ് അവിടെയുള്ള വീടുകളിലേക്ക് വെള്ളം കയറുന്നത്. ജനങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമായിരുന്നു കണ്ടിരുന്നതൊക്കെ. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? സംഗീത, ഇവിടെ വീടുകളിലൊക്കെ വ്യാപകമായി വെള്ളം കയറാൻ തുടങ്ങിയിരിക്കുന്നു. നാട്ടുകാർ ഇപ്പോൾ റോഡിലൂടെ വാഹനങ്ങളൊന്നും തന്നെ കടത്തിവിടുന്നില്ല. ഈ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡിലൂടെയാണ് ഇപ്പോൾ ആളുകളൊക്കെ നടന്നു പോകുന്നത്. റോഡേത് തോടേത് എന്ന് അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. ഈ കാണുന്നത് പോലെ തന്നെ കണ്ണമാലിയിലെ ഓരോ വീടുകളിലെയും അവസ്ഥയാണ് ഈ കാണുന്നത്. ഇങ്ങനെ തന്നെ അലോഷി, എന്റെ ക്യാമറമാൻ അലോഷിയോട് കൂടി വ്യാപകമായിട്ട് ചേച്ചി എന്താണ് ആൾക്കാരെ കാലി പൊക്കി പിടിച്ചിട്ടും കാലിപ്പം മുങ്ങും വന്ന് കാണും. ഭയങ്കര ദയനീയാവസ്ഥ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ കൊല്ലം ഇത് തന്നെ ഞങ്ങളുടെ ഗതി. അത്രേ ഉള്ളു. എത്ര കൊല്ലങ്ങളായി ആര് ഭരിച്ചിട്ടും വലിയ കാര്യം. രക്ഷപ്പെടാനാണ്. എവിടെ പോവും പറ? തട്ട് മോളി കെട്ടണം. അല്ല പിന്നെ എങ്ങനെ? ഒരു പ്രായമുള്ള ഒരാളവിടെ ഒറ്റക്കിരിക്കണേണ്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളു. അറിയാമോ? ആ കട്ടിലേക്ക് മുങ്ങൂപ്പ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തിരിക്കണേണ്. ഒരാളില്ല ഒന്ന് പൊക്കി വെക്കാൻ. ഒരാളെ വിളിച്ച് ചാരി വെച്ചിട്ടുണ്ട് കിടക്ക. എല്ലാ വീട്ടിലും തന്നെയല്ലേ അവസ്ഥ? തന്നെയാണ് സംഗീത. കാണുന്നത് പോലെ തന്നെ ഓരോ വീടുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ പരിസരത്തേക്കൊന്നും അടുക്കാൻ കഴിയുന്നില്ല. വ്യാപകമായ ഒഴുക്കുണ്ട്. ഒന്നാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒഴുക്കാണ്. ഓരോ വീടിന്റെ അവസ്ഥ സംഗീത ഒരു വല്ലാത്ത ദയനീയ അവസ്ഥയാണ് കേട്ടോ. ഒരപ്പച്ചൻ ഇല്ലേ, ഒരപ്പച്ചനാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പൂർണ്ണമായിട്ട് മുങ്ങി വീട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ. എത്ര ദിവസമായി ഇവിടത്തുകാരിങ്ങനെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും പ്രായമായ മനുഷ്യരൊക്കെയാണ്. ഒരു വീട് പൂർണ്ണമായിട്ട് മുങ്ങി. ഇത് എല്ലാ വീടുകളുടെ അവസ്ഥ ഇതാണ്. ഓരോ വീട്ടിലേക്ക് ഇങ്ങനെയാണ് വെള്ളം കയറി. എന്താ പച്ചാ ഇവിടെ എങ്ങനെ പോവും? 2 ദിവസം ഇറങ്ങിയിട്ട് എല്ലാം നനഞ്ഞു പോയി. ഇഷ്ടം മുകളിലാണ് ഈ കട്ടിൽ പൊക്കി വെച്ചേക്കണം. എല്ലാ സാധനവും മുങ്ങിപ്പോയി. ഒന്നുമില്ല, ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയെല്ലാം പോയി. മക്കളൊക്കെ അവർക്ക് പോകാൻ ജീവിക്കാർക്കെന്ന് ഞങ്ങളെ കാത്തിരിക്കാൻ പറ്റുമോ? അവർ കിഴക്കോട്ട് പോയി. ഞങ്ങൾ രണ്ടും ഈ വീടും കാത്ത് കിടക്കാനായിട്ട്. അപ്പച്ചനെ ഇവിടുന്ന് മാറ്റണ്ടേ? ഒരു വണ്ടി വരില്ല. ഞങ്ങൾ എന്ത് ചെയ്യും പറ? ഞാൻ ഇപ്പം എന്താണ് ഒച്ചയെന്ന് ഓർത്ത് വന്നതാണ് അങ്ങോട്ട്. ഞങ്ങളുടെ സ്ഥിതി ഇതാണ്. അപ്പുറത്തെ മുറിയൊക്കെ പൊങ്ങിക്കിടക്കണേ, താന്ന മുറിയായോണ്ട് എന്താ ചെയ്യണത്? അത് തന്നെയാണ് സംഗീത. ഈ വീട് ഇത് കണ്ടോ, ഇത് തുടക്കമാണ്. നമ്മൾ കയറിയ ഫസ്റ്റ് വീടാണ് ഈ കാണുന്നത്. പൂർണ്ണമായിട്ടും മുങ്ങി. എല്ലാ കട്ടില് പോലും ഈ വെച്ചിരിക്കുന്നത് ഇഷ്ടികയുടെ പുറത്താണ്. പക്ഷെ അടുക്കളയൊക്കൊന്ന് കാണേണ്ടതാണ് സംഗീത. അടുക്കളയൊക്കെ പൂർണ്ണമായിട്ടും വെള്ളത്തിലായിട്ട് മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എല്ലാ വീടുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് കണ്ണമാലിയിൽ. ഇപ്പോൾ കഴിഞ്ഞ 9ാമത്തെ ദിവസമാണ് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഓരോ സ്ഥലങ്ങളിലാണിത്. കണ്ണമാലിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ്. ഓരോ വീട്ടിൽ നിന്നും വെള്ളം ഇങ്ങനെ ഈ പ്രളയത്തിലൊക്കെ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാനൊക്കെ ഈ പ്രളയത്തിലാണ് ഇങ്ങനെ കണ്ടത്. പക്ഷെ ഇത് എല്ലാ ദിവസവും ഇവർ ഇത് തന്നെ അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്. ഒരു വീടിന്റെ പകുതിയിലധികം ഭാഗം മുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ്. അമ്മച്ചി ഇപ്പൊ വരാനോ പോണെന്നില്ല. വേദനാജനകമായ കാഴ്ചകളാണത്. കാരണം ഇത്രയധികം ദിവസങ്ങളായി ആ നാട്ടുകാർ, ആ പ്രദേശവാസികൾ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുകയാണ്. കൊച്ചി കണ്ണമാലിയിലാണ് വ്യാപകമായ കടൽക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നുള്ള നേർക്കാഴ്ചകളാണ് സഖിൻ ആന്റണി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. പ്രദേശത്തെല്ലാം നാട്ടുകാർ ഇപ്പോൾ റോഡ് ഉപരോധിക്കുകയാണ്. അവരുടെ പ്രതിഷേധം ആ രീതിയിൽ അവിടെ അവർ നടത്തുകയാണ്. സഖിൻ ആന്റണിയാണ് അവിടെ നിന്ന് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി നോക്കാം.